സുഹൃത്തുക്കളെ, ദുബായ് ക്രീക്ക് മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദുബായ് ക്രീക്ക് റെയിൽവേ സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇവിടെ ദുബായിലെ വാട്ടർ മെട്രോയിൽ കയറി ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് യാത്ര നടത്താനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ദുബായിലെ മറ്റ് പ്രദേശങ്ങളിലെ പോലെ തന്നെ വളരെ മനോഹരമായ പ്രദേശം. ഇവിടെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്നും ദുബായ് മെട്രോയുടെ കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ഈ ക്രീക്കിലൂടെ സഞ്ചരിപ്പിച്ച് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് എത്തിച്ചേരും. വളരെ നല്ല സൗകര്യമുള്ള ബോട്ടുകളാണ് ദുബായ് വാട്ടർ മെട്രോയ്ക്കുള്ളത്. ഒരു സൗകര്യമുള്ളത്, നമുക്ക് ദുബായ് മെട്രോയിൽ സഞ്ചരിക്കാൻ എടുത്തിട്ടുള്ള നോവൽ കാർഡ് കൊണ്ട് ഇവിടെ ബസ്സിലും ബോട്ടിലും എല്ലാം സഞ്ചരിക്കാം. നമ്മുടെ ബോട്ട് സദാഫ് മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. ശരിക്കും ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു 200 മീറ്റർ നടക്കുമ്പോൾ നമുക്ക് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ ഈ സദാഫ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിൽ വളരെ മനോഹരമായ പരിപാടികൾ നടക്കുന്ന ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് ആയിരുന്നു നമ്മുടെ യാത്ര. പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ യാറ്റുകളും മറ്റ് ടൂറിസ്റ്റ് യാനങ്ങളും മറ്റും നിരനിരയായി കിടക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ ഈ ക്രീക്കിന് സൈഡിലായിട്ട് അതുപോലെ തന്നെ മനോഹരങ്ങളായ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ മെല്ലെ ഫെസ്റ്റിവൽ സിറ്റി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. മെട്രോയിലെ സ്റ്റാഫൊക്കെ വളരെ കോപ്പറേറ്റീവായിരുന്നു. അപ്പോൾ ഈ നീല ജലാശയത്തിലൂടെ നമ്മുടെ വാട്ടർ മെട്രോ ഇരു കരകളിലുമുള്ള അമ്പരചുംബികളായ ടവറുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ദുബായിൽ എല്ലാ ഭാഗത്തും ടൂറിസ്റ്റുകൾക്കായി വളരെ വിശാലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്നത് പോലെ ദുബായിലെ ഏതു ഭാഗത്തേക്കും മെട്രോ, ബസ് സർവീസുകൾ, അതുപോലെ വാട്ടർ മെട്രോ തുടങ്ങിയവ നമുക്ക് ലഭ്യമാണ്. ഈ ഫെസ്റ്റിവൽ സിറ്റി എന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണി കഴിയുമ്പോൾ ഇവിടെ വിവിധ കലാപരിപാടികളും മറ്റും അരങ്ങേറുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി. ഫെസ്റ്റിവൽ സിറ്റിയിൽ അതിവിശാലമായ ഒരു മാളുണ്ട്. ഈ മാളിൽ നിന്ന് നമുക്ക് എന്ത് സാധനവും വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ബോട്ടിങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയിലെ മെട്രോ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തു. അപ്പം നമുക്കിവിടെ ഇറങ്ങുന്നതിനും കയറുന്നതിനുമെല്ലാം വളരെ ആധുനിക രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദുബായ് മെട്രോയെ കണ്ടുപഠിച്ചിട്ടാണ് നമ്മുടെ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് ജട്ടിയിലേക്ക് അടുക്കുന്നു. ബോട്ടിൽ വന്ന് ഇറങ്ങുന്നവർക്ക് പ്രത്യേക വഴിയും പുതുതായിട്ട് കയറാനുള്ള യാത്രക്കാർക്ക് പ്രത്യേക വഴിയുമെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ നല്ല AC ലോഞ്ചുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഫെസ്റ്റിവൽ സിറ്റിയിലെ പ്രോഗ്രാം ഗ്രൗണ്ടിലേക്ക് നമ്മൾ വന്നിറങ്ങുമ്പോൾ ഇവിടെ തന്നെ ഇതിന് ചുറ്റുമുള്ള വാട്ടർ ബോഡിയിലെ വാട്ടർ ഫൗണ്ടെയിനും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ദൃശ്യങ്ങളാണ്. വളരെ വിശാലമായി
കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ സിറ്റി മാള്. ലോകത്തിലെ വലിയ വലിയ കമ്പനികളുടെ അതിവിശാലമായ ഷോറൂമുകൾ ഈ ഫെസ്റ്റിവൽ സിറ്റി മാളിനകത്ത് കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ പോയൊരു ഉച്ച സമയത്തായിരുന്നു. ഇവിടെ ആളും ബഹളവും അതുപോലെ തന്നെ പരിപാടികളൊക്കെ അരങ്ങേറുന്നത് വൈകിട്ടൊരു 4 മണിക്ക് ശേഷമാണ്. എന്നാലും നമുക്ക് ആ സമയത്ത് വേറെ പരിപാടിക്ക് പോകേണ്ടതുള്ളതിനാൽ നമ്മൾ ഈ സമയം എത്തി ഇവിടെയെല്ലാം ഒന്ന് കാണുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റി കണ്ട് ഈ മാളിൽ ഒക്കെ ഒന്ന് കറങ്ങി. ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇവിടുത്തെ ഈ നീല ജലാശയവും ആകാശവും തൊട്ടുരുമ്മിക്കിടക്കുന്ന മനസ്സിനെ ആകർഷിക്കുന്ന കാഴ്ചകൾ കണ്ട് ഈ മാളിനകത്ത് കയറി ഒന്ന് കറങ്ങി അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ മാളിങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ്. നമ്മൾ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ കഴിയത്തില്ല. ഒരു ദിവസം മൊത്തം നടന്നാലേ ഇത് തീരത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കുറേ ഭാഗമെല്ലാം കറങ്ങി ഇങ്ങനെ ഇതിനകത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ തിരികെ മെട്രോയിൽ കയറി യാത്രയായി. مدينة دبي الطبية